കാൽസ്യം ആണല്ലോ. അപ്പോൾ നമ്മൾ ഈ കുമ്മായം കൊടുത്ത ഉടനെ തന്നെ നമ്മൾ ഒരുപാട് എല്ലുപൊടി ഒക്കെ നമ്മൾ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ അപ്പോൾ അവിടെ കാൽസ്യം അമിതമാവും. അപ്പോൾ ചെടികൾക്ക് എന്താ വരിക? ഹായ്, നമസ്കാരം. ഫാസിലാണ്. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ വേണ്ടി പോകുന്ന എൻ്റെ വീഡിയോ കാണുന്ന കുറച്ച് സുഹൃത്തുക്കൾ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. അപ്പോൾ അതിൽ ഒന്നാമത്തെ ചോദ്യം ഇതാണ്. അതെച്ചാൽ നമ്മളെ ബുവേറിയ അതേപോലെ തന്നെ സാഫ്, ഇത് രണ്ടിൻ്റെയും ഗുണങ്ങൾ ഒന്ന് തന്നെയാണോ? അതെച്ചാൽ നമ്മളെ കീടശല്യം നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാഫ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതേപോലെ തന്നെ മറ്റൊരു ചോദ്യമാണ് നമ്മളെ SOP അതേപോലെ നമ്മളെ ബോറോണ്, ഫിഷ് അമിനോ ആസിഡ് ഇതെല്ലാം കൂടി ഒരുമിച്ച് മിക്സ് ചെയ്തിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. എന്തെങ്കിലും ദോഷം ഉണ്ടോ എന്നുള്ളത്. അതേപോലെ തന്നെ നമ്മൾ കുമ്മായം ജൈവമാണോ രാസമാണോ? കുമ്മായം നമ്മൾ മണ്ണിൽ ഇട്ട് കൊടുത്താൽ എന്തെങ്കിലും ദോഷമുണ്ടോ എന്നീ ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനുള്ള ഉത്തരമാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിൽ ഒന്നാമത്തെ ചോദ്യം, ബുവേറിയ സാഫ് ഇതിൻ്റെ രണ്ടിൻ്റെയും ഗുണങ്ങൾ ഒന്നെന്നാണോ? കീടശല്യം നിയന്ത്രിക്കാൻ നമുക്ക് സാഫ് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുമോ എന്നുള്ളത്. നമ്മൾ ബുവേറിയ എന്ന് പറഞ്ഞത് ഒരു ഫംഗിസൈഡ് അല്ല, ഒരു ഇൻസെക്ടിസൈഡ് ആണ് കേട്ടോ. പക്ഷേ കീടങ്ങളെയും അതേപോലെ ലാർവകളെയും കൊല്ലാൻ ശേഷിയുള്ള ഒരു ബാക്ടീരിയയാണ്, ഒരു ജൈവ ബാക്ടീരിയയാണ് ബുവേറിയ എന്ന് പറയുന്നത്. അപ്പോൾ അതും സാഫും തമ്മിൽ ഒന്നല്ല. സാഫ് ഫംഗിസൈഡ് ആണ് കേട്ടോ. ഇപ്പം നമ്മളെ ചെടികളിലൊക്കെ വരുമല്ലോ, ഇപ്പോൾ വൈറസ് രോഗം അതേപോലെ മൊസൈക്ക് രോഗം, ഇങ്ങനത്തെ രോഗങ്ങളൊക്കെ പരത്തുന്ന മൂഞ്ഞ, വെള്ളീച്ച, മീലുകൂട്ട പോലത്തെ കീടങ്ങളാണ്. അപ്പോൾ ഇങ്ങനത്തെ കീടങ്ങളെയും അതിൻ്റെ ലാർവകളെയും കൊല്ലാൻ വേണ്ടി ശേഷിയുള്ള ഒരു ബാക്ടീരിയയാണ് ഈ ബുവേറിയ. അപ്പോൾ നമ്മൾ ഈ ശല്യം വരാതിരിക്കാൻ മുൻകരുതലായിട്ട് നമ്മൾ ബുവേറിയ സ്പ്രേ ചെയ്ത് കൊടുത്തതുകൊണ്ടൊന്നും യാതൊരുവിധ കാര്യമില്ല. അതിന് നമ്മൾ മുൻകരുതലായിട്ട് നമ്മൾ വേപ്പണ മിശ്രിതമൊക്കെ ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ഒരു 4-5 ദിവസം കൂടുമ്പോൾ ചെയ്ത് കൊടുത്താലേ നമുക്കത് വരാതെ നമ്മൾ സംരക്ഷിക്കാൻ പറ്റുള്ളൂ. ഇത് വന്നു കഴിഞ്ഞിട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളത് മാത്രമാണ് ഈ ബുവേറിയ കേട്ടോ. ഇനി സാഫ് പലരും ചെയ്യുന്നതാണ്. ആക്ച്വലി കീടശല്യം നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് സാഫ് സ്പ്രേ ചെയ്ത് കൊടുക്കുക. സാഫ് ഒരു ഫംഗിസൈഡാണ് കേട്ടോ. അപ്പോൾ സാഫ് നമ്മൾ കൊടുക്കുന്നവരുണ്ട്, കോപ്രോക്സിക്ലോറൈഡ് കൊടുക്കുന്നവരുണ്ട്, ബോഡോ മിശ്രിതം കൊടുക്കുന്നവരുണ്ട്. അപ്പോൾ നമുക്ക് ഏത് രൂപത്തിൽ നമുക്ക് കൊടുക്കാം. ഇപ്പോൾ ഫംഗൽ ഇൻഫെക്ഷൻ, കുമിൾ രോഗങ്ങളൊക്കെ വരുമല്ലോ ചെടിയിൽ, അതേപോലെ ഫംഗൽ ഇൻഫെക്ഷനൊക്കെ ചെടിയിൽ വരും. അപ്പോൾ അതിനൊക്കെ നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സാഫ് പറ്റുള്ളൂ. അല്ലാതെ കീടശല്യം നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാഫ് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂല കേട്ടോ. ഇനി അടുത്ത ചോദ്യമാണല്ലോ, നമ്മളിപ്പോൾ ഇതുണ്ടല്ലോ എന്താ പറയുക, SOP അയച്ച വളങ്ങൾ ഏതും ആയിക്കോട്ടെ. ഇപ്പോൾ ആ സുഹൃത്ത് ചോദിച്ചിട്ടുള്ള SOP അതേപോലെ തന്നെ ബോറോണ് കൂടെ ഫിഷ് അമിനോ ആസിഡ് ഇതും കൂടി മിക്സ് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റുമെന്നുള്ളൂ. അപ്പോൾ ഈ ചോദ്യം പലരും പല രീതിയിൽ എന്നോട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. NPKൻ്റെ കൂടെ മൈക്രോ ന്യൂട്രിയൻസ് മിക്സ് ചെയ്യാൻ പറ്റുമെന്നോ, അങ്ങനെ പല വളങ്ങളും മിക്സ് ചെയ്ത്. ഇപ്പോൾ നമ്മൾ ഫിഷ് അമിനോ ആസിഡ് എന്ന് പറഞ്ഞാൽ ജൈവമാണ്. ചെടികൾ പൂക്കാനും കായ്ക്കാനും വേണ്ടിയിട്ട് നമ്മൾ കൂടുതലായിട്ട് കൊടുക്കുന്ന ഒരു ജൈവ വളമാണ് ഫിഷ് അമിനോ ആസിഡ്. അപ്പോൾ ജൈവവളം ഒരു കാരണവശാലും രാസവളത്തിൻ്റെ കൂടെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റില്ല. അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമ്മൾ കൊടുക്കണം. അതേപോലെ തന്നെ ഇൻസെക്ടിസൈഡും വളം കൂടി മിക്സ് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റുമോ? സാഫും വളം കൂടി മിക്സ് ചെയ്ത് കൊടുക്കാൻ പറ്റും എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്, അറിയാത്തത് കൊണ്ട് ചോദിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. പക്ഷെ നമ്മൾ ഫോളിയാർ കൊടുക്കുന്ന വളങ്ങളുണ്ടല്ലോ, ഇപ്പോൾ SOP അതേപോലെ ബോറോണ്, മൈക്രോ ന്യൂട്രിയൻസ്, അങ്ങനെ ഫോളിയാർ കൊടുക്കുന്ന വളങ്ങളൊക്കെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. പക്ഷെ എന്നിരുന്നാലും ഞാൻ എല്ലാവരോടും അങ്ങനെ കൊടുക്കരുത് എന്ന് മാത്രമേ പറയാറുള്ളൂ. കാരണം എന്താ വെച്ചാൽ നമുക്ക് അതിൻ്റെ ഡോസേജ് കറക്റ്റാക്കാൻ വേണ്ടി പറ്റില്ല. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു SOP നമ്മൾ 5 ഗ്രാം കൊടുക്കുകയെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ 5 ഗ്രാം ബോറോണൊക്കെ മിക്സ് ചെയ്തിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ ചിലപ്പോൾ അത് ഓപ്പോസിറ്റ് ഫലം കിട്ടാൻ ചാൻസ് കൂടുതലാണ്. ചെടി ഉണങ്ങി പോകാനൊക്കെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ കഴിയുന്നതും അങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ കൊടുക്കാൻ വേണ്ടി പറ്റും. പക്ഷെ അങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ. ഓരോന്ന് സിംഗിളായിട്ട് കൊടുക്കുക. ഇപ്പോൾ ഇന്ന് നിങ്ങൾ SOP കൊടുക്കാന്നുണ്ടെങ്കിൽ നാളെ നിങ്ങൾ ബോറോണ കൊടുത്തോളി. അതുപോലെ മറ്റന്നാളെ മറ്റെന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഇപ്പോൾ നമ്മൾ സൂഡോമോണസോ അങ്ങനത്തെ ജൈവ രൂപത്തിലുള്ളൊക്കെ സ്പ്രേ ചെയ്യുമ്പോൾ മാത്രം 2 ദിവസത്തെ ഗ്യാപ്പ് ഇട്ടാൽ മതി. അപ്പോൾ ഒരിക്കലും ഒന്നിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാതിരിക്കുക. ഇനി അടുത്ത ചോദിച്ചിട്ടുള്ളതാണ് നമ്മളെ കുമ്മായം രാസമാണോ ജൈവമാണോ? കുമ്മായം മണ്ണിൽ കൊടുത്താൽ എന്തെങ്കിലും ദോഷമുണ്ടോ എന്നുള്ളതൊക്കെ. അപ്പോൾ കുമ്മായം രാസപ്രവർത്തനത്തിലൂടെയാണ് നീറ്റ് കക്ക വെള്ളത്തിലിട്ട് രാസപ്രവർത്തനത്തിലൂടെയാണ് ഇത് പൊടിച്ച് വരുന്നത്. അത് വിചാരിച്ചിട്ട് കുമ്മായം രാസമല്ല കേട്ടോ, കുമ്മായം ഓർഗാനിക് എന്നാണ്. അപ്പോൾ കുമ്മായം നമ്മൾ കൊടുക്കുന്നത് എന്തിനാ വെച്ചാൽ നമ്മളെ കേരളത്തിലെ മണ്ണ് കൂടുതലായിട്ട് അസിഡിക്കാണ്, ചമ്മള സ്വഭാവമുള്ള മണ്ണാണ്. അപ്പോൾ അത് ന്യൂട്രൽ ആക്കാൻ വേണ്ടി, കാരണം ന്യൂട്രൽ ആക്കിയാൽ മാത്രമേ നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളങ്ങളൊക്കെ ചെടികൾക്ക് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അത് ചില ഉദാഹരണത്തിന് നൈട്രജൻ ഇപ്പോൾ നമ്മളെ മണ്ണിലുണ്ടാവും, പക്ഷേ അത് നൈട്രേറ്റ് രൂപത്തിലിരിക്കും. അതുപോലെ ഫോസ്ഫറസ് നമ്മളെ മണ്ണിലുണ്ട്, അത് ഫോസ്ഫേറ്റ് രൂപത്തിൽ. അപ്പോൾ ഇതിനൊക്കെ നമ്മളെ ചെടിക്ക് വലിച്ചെടുക്കാൻ പാകത്തിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെ മണ്ണ് ന്യൂട്രൽ ആക്കണം. അപ്പോൾ അതിനും വേണ്ടിയിട്ട് കാൽസ്യം കൊടുക്കണം.
അപ്പോൾ കുമ്മായ നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചെടികൾക്ക് കിട്ടേണ്ട സെക്കൻഡറി എലമെൻറ്റ്സ് കാൽസ്യം കിട്ടും. അതേപോലെ നമ്മളെ മണ്ണ് ന്യൂട്രലാക്കുക. അപ്പോൾ അത് രാസമല്ല, ജൈവം തന്നെയാണ്, നമുക്കത് കൊടുക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഡോളോമേറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എന്ന് പറഞ്ഞാൽ കുമ്മായ കല്ല് പൊടിച്ച് വരുന്നതാണ് ഡോളോമേറ്റ്. അതേപോലെ ഇപ്പോൾ പച്ചക്കക്ക പൊടി എന്ന് പറഞ്ഞു വരുന്നുണ്ടല്ലോ, അപ്പോൾ ക്രഷ് രൂപത്തിൽ ഒക്കെ നീറ്റിക്കൊക്കെ പൊടിച്ച് വരുന്നുണ്ട്. അപ്പോൾ അത് പച്ചക്കക്ക പൊടി ആ ക്രഷ് രൂപത്തിലുള്ളതെന്നുണ്ടെങ്കിൽ അത് സ്ലോ ആയിട്ട് ചെടികൾക്ക് വലിച്ചെടുക്കാൻ പറ്റുള്ളൂ. പെട്ടെന്ന് നമ്മൾ മണ്ണ് ന്യൂട്രലാക്കാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുമ്മായിട്ട് ന്യൂട്രലാക്കുന്നതാണ് നല്ലത്. അപ്പോൾ അത് കൊടുത്തത് കൊണ്ട് നമുക്ക് യാതൊരു വിധ കുഴപ്പമില്ല. പിന്നെ കുഴപ്പം വരൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് കാൽസ്യം ആണല്ലോ. അപ്പോൾ നമ്മൾ ഈ കുമ്മായം കൊടുത്ത ഉടനെ തന്നെ നമ്മൾ ഒരുപാട് എല്ലുപൊടി ഒക്കെ നമ്മൾ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ അപ്പോൾ അവിടെ കാൽസ്യം അമിതമാവും. അപ്പോൾ ചെടികൾക്ക് എന്താ വരിക, അപ്പോൾ ചെടികൾക്ക് ആ ഒരു ടോക്സിക് ആയിട്ട് മാറും കേട്ടോ. കാരണം നമ്മളെ എല്ലുപൊടിയിലും ഫോസ്ഫറസ് മാത്രമല്ല അതിലും കാൽസ്യം ഉണ്ട് അടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ മറ്റു വളങ്ങൾ കൊടുക്കുന്നതിലൊക്കെ കാൽസ്യം അടങ്ങിയിട്ടുണ്ട്. പക്ഷേ എല്ലുപൊടിയിലൊക്കെ കുറച്ച് കൂടുതലാണ് കാൽസ്യം അടങ്ങിയത്. അതേപോലെ നമ്മൾ ചാരമൊക്കെ ഇട്ട് കൊടുക്കുമല്ലോ, ചാരത്തിലും കാൽസ്യം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അമിതമായിട്ട് കാൽസ്യം കൊടുക്കുക വെച്ചാൽ നമ്മൾ കുമ്മായിട്ട് ട്രീറ്റ് ചെയ്ത് അപ്പോൾ തന്നെ അമിതമായിട്ട് നമ്മൾ എല്ലുപൊടി അങ്ങനെ കാര്യങ്ങൾ ഇട്ട് കൊടുക്കായിരുന്നു. അത് വേറൊരു കുഴപ്പമില്ല. കുമ്മായ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മണ്ണിൽ ഇപ്പോൾ നമ്മളെ മണ്ണിൽ നട്ടൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരു 3 മാസത്തിൽ ഒരിക്കലെങ്കിൽ നമ്മൾ കുമ്മായിട്ട് മണ്ണ് ട്രീറ്റ് ചെയ്യുന്നത് നല്ലതാണ്. കാരണം നമ്മൾ മണ്ണിനെ ന്യൂട്രലാക്കാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ ചെടികൾക്ക് കാൽസ്യം കിട്ടും ചെയ്യും. അതേപോലെ നമ്മൾ ഗ്രോ ബാഗിലോ പോട്ടിലൊക്കെ നട്ട ചെടികളാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു 1.5 മാസമെങ്കിലും കൂടുമ്പോൾ, അതായത് 2 മാസമെങ്കിലും കൂടുമ്പോൾ നമ്മൾ മണ്ണൊന്ന് ന്യൂട്രലാക്കിയിട്ട് ഇങ്ങനെ വളങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ നമ്മൾ കൃഷി ചെയ്ത് പോകാൻ വേണ്ടി പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഒന്ന് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. താങ്ക്